ഒരുപാട് നാളത്തെ വിൻ്ററിന് 5-6 മാസത്തെ വിൻ്ററിന് വീടിനകത്ത് ഇരുന്നതിന് ശേഷം നല്ല വെയിൽ വന്ന ദിവസമാണ്. സ്പ്രിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ ഓർത്തു പുറത്തിറങ്ങിയേക്കാം. അങ്ങനെ ഞങ്ങൾ ഹിൽട്ടൺ ഹോസ്റ്റലിലെത്തി. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇന്ന് ഭയങ്കര ആളാണ്, ശനിയാഴ്ചയും കൂടെ. അപ്പോൾ നല്ല വെതറും കൂടെ ആയപ്പോഴത്തേന് എല്ലാവരും വീണ്ടും വെളിയിലുണ്ട്. പട്ടികളെയും കൊണ്ടും കുട്ടികളെയും കൊണ്ട് എല്ലാവരുമായിട്ട് നടക്കാൻ എത്തിയിട്ടുണ്ട്. ഈ പാർക്ക് ഓൺ ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ഫോൾസ് എന്നാണ്. ഇത് അവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം. നമ്മൾ നടന്ന് അങ്ങനെ പോകുമ്പോൾ ഇത് റിസർവോയറാണ്. ഈ റിസർവോയറിൽ ഞങ്ങൾ ഫിഷിങ്ങിന് വരുന്നതാണ് യൂഷ്വലി. ഇപ്പം വെള്ളം തണുപ്പ് അടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ എത്തിയില്ല ഈ വർഷം. വരണേ. അപ്പോൾ ഞങ്ങൾ എനിക്ക് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ വൺ വേ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ വേണ്ടി. ഇനി നടന്ന നമ്മൾ ഇപ്പോൾ കണ്ട മരങ്ങളൊക്കെ നിൽക്കുന്നത്, ഇതിന് വലിയ ഇലകളൊന്നും ഇല്ല, അവിടെ ഇവിടെ ഒക്കെ ഉള്ളൂ. ഇനി ഇലകളെല്ലാം തളർത്ത് വരണം, ഇനിയും വരും തളർത്ത്. നെക്സ്റ്റ് ഞാൻ സമ്മറിൽ ഇതിലേക്കൂടെ നടക്കാമെങ്കിൽ നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുക. ഇതിപ്പോൾ ഉണങ്ങി വരേണ്ട പോലെ നിൽക്കില്ല, കമ്പുകൾ മാത്രമായിട്ട്. സമ്മറിൽ തിരിച്ച് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതിലേക്കൂടെ നടന്നാൽ നമ്മൾ ക്ഷീണം അറിയത്തേയില്ല. കാര്യം നിറച്ച് മരങ്ങളും മരക്കാലുകളും കിളികളും അണ്ണാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നടക്കുക. അതുപോലെ നല്ല കാറ്റുമായിരിക്കും കിട്ടുന്നത് മരങ്ങളിൽ നിന്ന്, ഊഹിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അതിലേക്കൂടെ നടന്ന് കുറേ ദൂരം നടന്നു. നമ്മളെ ഒരു റിഫ്രഷ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. നടന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എക്സസൈസും കിട്ടും, നമ്മുടെ മനസ്സിനെ ഒന്ന് എനർജൈസ് ചെയ്യും. നമ്മുടെ മൊത്തത്തിലൊരു എനർജൈസറാണ് ഈ വാക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹൈക്കിങ് ചെയ്യാൻ പറ്റും, ഡോഗിനെ വാക്ക് ചെയ്യാം, മൗണ്ടൻ ബൈക്കിങ് ചെയ്യാം, വിൻ്ററിൽ ക്രോസ് കൺട്രി സ്കീയിങ് ചെയ്യാം, സ്നോ ഷൂയിങ് ചെയ്യാം. അതിനൊക്കെ പറ്റിയ സ്ഥലമായത്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇത് ഞങ്ങൾക്ക് പക്ഷേ ക്ലോസർ, അടുത്താണ്, വളരെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ ഹിൽട്ടൺ ഫോൾസ് ട്രെയിലിൽ എത്തിച്ചേർന്ന്. ഞങ്ങളുടെ വാട്ടർഫോൾസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എൻ്റെ ഫോട്ടോ. നടന്ന് നമ്മൾ ക്ഷീണിച്ച് വന്ന് വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങി വെള്ളത്തിൻ്റെ അവിടെ ഇരുന്നും ഒക്കെ അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു ഫ്രഷ്നെസ് ആണ്, നമ്മുടെ മനസ്സിന് നല്ല ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഈ വുഡൻ സ്റ്റേഴ്സിലൂടെ നമുക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റും. താഴെ വാട്ടർഫോൾസിന് അടുത്ത് പോയി നിൽക്കാൻ, അതിൻ്റെ അടുത്ത് പോവാം. പക്ഷേ എപ്പോഴും എല്ലാവരും ഇറങ്ങിപ്പോകും, ഞങ്ങളും പോകാറുണ്ട്. നല്ല തിരക്കുണ്ട് ആളവിടെ. ഇവിടെ പിക്ചർ എടുക്കാൻ നല്ലതാണ്, വീഡിയോസും പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടി ബെസ്റ്റ് സ്ഥലമാണ് ഇവിടെ. ഇവിടെ 10 മീറ്ററേ ഉള്ളൂ വാട്ടർഫോൾസിൽ. അതുകൊണ്ട് ആ സൈഡിൽ കാണുന്ന സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ കാലത്ത് ഒരു സ്റ്റോമില്ല, തടിയൊക്കെ ഇറക്കുവാനൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അവശിഷ്ടം അത്ര വെച്ചിരിക്കും. ഇത് കണ്ടില്ലേ, കുഞ്ഞൊരു വാട്ടർഫോൾസാണ് ഇതുള്ളത്. 10 മീറ്റർ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അത് വെള്ളത്തിലൊക്കെ ഇറങ്ങി വാട്ടർഫോൾസും കണ്ടു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കയറി വെള്ളത്തിൽ പോവാണ്, സ്റ്റേഴ്സ് വഴി പോവാണ്. അപ്പോൾ ലിയോ ടയേർഡായി, ക്ഷീണിച്ചിട്ട് അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ കൂടെ നടന്ന ട്രെയിലൊക്കെ കണ്ടല്ലോ അല്ലേ, ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ചിൽഡ്രൻ ബൈ.